ആത്മഹത്യ ചെയ്ത ഇരുമ്പനം ട്രാക്കോ കേബിൾ ജീവനക്കാരൻ പി ഉണ്ണിയുടെ സംസ്കാരം ഇന്ന് നടക്കും. രാവിലെ 10 മണിക്ക് കാക്കനാട് അത്താണിയിലുള്ള പൊതുശ്മശാനത്തിലാണ് സംസ്കാരം. അതേസമയം ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്നുണ്ടായ മനോവിഷമമാണ് ഉണ്ണിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് സഹപ്രവർത്തകരുടെ ആരോപണം. ഉണ്ണിയുടെ ആത്മഹത്യയെ തുടർന്ന് സർക്കാരിനും മാനേജ്മെന്റിനും എതിരെ കടുത്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ് ട്രാക്കോ കേബിൾ ജീവനക്കാർ. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേർന്നുണ്ട്. സുധീഷ്, ട്രാക്കോ കേബിൾ ജീവനക്കാരനായ പി ഉണ്ണിയുടെ സംസ്കാരം ഇന്ന് നടക്കും. രാവിലെ 10 മണിക്ക് കാക്കനാടാണ് സംസ്കാരം നടക്കുക. അതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം സർക്കാരിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ്. സർക്കാരിനും ട്രാക്കോ മാനേജ്മെൻറ്റിനെതിരെ ഒരു പ്രതിഷേധവും ഉയരുന്നുണ്ടല്ലേ? നിഖിൽ, ശക്തമായ പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ ഉയരുന്നത്. കാരണം ടാർക്കോ കമ്പനിയിൽ കഴിഞ്ഞ 12 മാസമായി അവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളം നൽകിയിട്ടില്ല. ഇതിനിടെ ഓണത്തിന് മാത്രം 1 മാസത്തെ ശമ്പളം ഇത് മാത്രമാണ് ജീവനക്കാർക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് 2 വർഷം മുമ്പ് വരെ ഏതാണ്ട് വാർഷിക വിറ്റ് വരെ ഒരു 200 കോടിയിലധികം ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമാണ് ഇത്തരം പ്രതിസന്ധിയിലേക്ക് നീങ്ങിയത്. സർക്കാരിൻ്റെ അനാസ്ഥ കൊണ്ട് തന്നെയാണ്. എന്നാൽ ജീവനക്കാർക്ക് ഇത് മൂലം വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നു. ആ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്, അതിൻ്റെ മാനസിക പ്രയാസവും മറ്റുമാണ് ഉണ്ണിയുടെ ആത്മഹത്യക്ക് കാരണമെന്നാണ് സഹപ്രവർത്തകർ, അവിടുത്തെ മറ്റ് ജീവനക്കാരൊക്കെ തന്നെ പറയുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, 3 വർഷമായി ഇവരിൽ നിന്ന് ഈടാക്കിയിട്ടുള്ള PF വിഹിതവും മറ്റും അടച്ചിട്ടില്ല. കമ്പനി അടയ്ക്കേണ്ടതും ജീവനക്കാരിൽ നിന്നും ഇവർ പറ്റിയതായ ആ തുകയും PFിലേക്ക് അടച്ചിട്ടില്ല എന്നതാണ് വ്യക്തമാകുന്നത്. ഇത്തരത്തിൽ കൊടിയ അനാസ്ഥയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ ഒരു സാഹചര്യമാണ് ഒരു ജീവനക്കാരൻ്റെ മരണത്തിലേക്ക് തള്ളിവിട്ടത്. 3 മാസം മുമ്പും വ്യവസായ മന്ത്രി P രാജീവുമായി ഇവിടുത്തെ ജീവനക്കാർ കൂടിക്കാഴ്ച നടത്തി ചർച്ചകൾ നടത്തിയിരുന്നു. അന്ന് തന്നെ പറഞ്ഞിരുന്നു ജീവനക്കാരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടരുത് എന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഉണ്ണിയുടെ ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടവും മറ്റും കഴിഞ്ഞിരുന്നു. അതിനുശേഷം മോർച്ചറിയിൽ വെച്ച മൃതദേഹം രാവിലെ വീട്ടിലെത്തിച്ച് 10 മണിക്ക് ശേഷം സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കാക്കനാട് അത്താണിയിലുള്ള പൊതുശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. നിഖിൽ, ശരി സുധീഷ്. ആത്മഹത്യ ചെയ്ത ഇരുമ്പനം ട്രാക്കോ കേബിൾ ജീവനക്കാരൻ പി ഉണ്ണിയുടെ സംസ്കാരം ഇന്ന് നടക്കും. രാവിലെ 10 മണിക്ക് കാക്കനാട് അത്താണിയുള്ള പൊതുശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാൽ.